ബ്യൂട്ടിഫുൾ സോൾസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജിയാണ്. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിങ്ങുമാണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്താൽ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ ആണെങ്കിൽ പോലും മെസ്സേജും ഇല്ല, കോളും ഇല്ല, ഒരു എക്സ്പ്ലനേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷേ മനസ്സിൽ നിന്ന് ആ ഒരാളെ നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണിപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സെപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി അല്ല, മെന്റലി ആണ് ശരിക്കും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഒരാളിപ്പോൾ എന്താ പറയുക, ഒരു വ്യക്തി അയാളുടെ സ്വന്തം തോട്ട്സിലോട്ട് തന്നെ ട്രാപ്പിലായിപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായോ? അയാൾക്ക് ചിന്തകളും നിങ്ങൾ തമ്മിലുള്ള മൊമെന്റ്സും അതല്ലെങ്കിൽ അയാളെ ഇപ്പം അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോബ്ലംസും എല്ലാം അയാളുടെ മൈൻഡിൽ ഇങ്ങനെ വന്ന് അതിൻ്റെ അകത്ത് അയാൾ ട്രാപ്പിലായി അവിടെ നിന്നാണ് അയാൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവ് ഓൺ ചെയ്യണമെന്ന് മൈൻഡിൽ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പക്ഷേ അവരുടെ ഹാർട്ടിൽ, അതായത് അവരുടെ ഹാർട്ടിൽ സ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ ആവണം, അവിടെ തന്നെ വരണം എന്നൊക്കെ നല്ല രീതിയിൽ അതായത് അയാളുടെ ഹാർട്ട് വൈസ് അയാൾക്ക് ആ ഒരു സൗണ്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞാൽ ഫിയർ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ട്രാപ്പിലായിട്ടിരിക്കുകയാണ് അയാളുടെ ഓരോരോ കാര്യങ്ങളും ഓർത്ത്. പിന്നെ നിങ്ങളുടെ വിചാരങ്ങളും മെമ്മറീസും ഒക്കെ ഈ ഒരു പേഴ്സന്റെ മൈൻഡിൽ തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു ട്രാപ്പിലായിരിക്കുന്ന ഓരോരോ തോട്ട്സും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മെയിൻ കാരണം അല്ലെങ്കിൽ കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളും ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഭയങ്കര ഈഗോ ആയിരുന്നു. അതായത് ഞാനാണ് ശരി, നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ്, അത് അയാൾ പറയുന്നതെല്ലാം ശരി, നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ്, നിങ്ങൾ എന്ത് ചെയ്താലും തെറ്റാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു എനർജിയാണ് ഉണ്ടായിരുന്നത്. അതായത് ഈഗോ വൈസ് നല്ല ഒരു എനർജി ഉണ്ടായിരുന്ന ഒരു പേഴ്സണ്. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എനർജിനെ അയാൾ പതുക്കെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അത് ഈഗോ ആയിരുന്നു, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനത്തെയും കുറെ തോട്ട്സിലും അയാൾ ട്രാപ്ഡ് ആണ്. ഒന്നും വിട്ട് കളയാൻ കംപ്ലീറ്റ്ലി അങ്ങ് തീരുമാനിച്ചിട്ടില്ല, പക്ഷെ പതുക്കെ പതുക്കെ ആ ഒരു സ്റ്റേജിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, നിങ്ങളും ഇതേ ഒരു സെയിം സിറ്റുവേഷനിൽ അകപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഇങ്ങനത്തെ ചെറിയൊരു ഈഗോ ക്ലാഷ് നടന്നിട്ടുണ്ട്. അതായത് ഞാനാണ് ശരി, നീയാണ് ശരി എന്നും പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതാണ് കറക്റ്റ്, അങ്ങനത്തെ ഒരു രീതിയിൽ ഉള്ളൊരു ചെറിയൊരു ഇയാളിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളും ചിലപ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും വിട്ടുകളയണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം. മനസ്സിലായി? ഒരു റിലേഷൻഷിപ്പും പോവാം ഇതിങ്ങനെ ഈഗോ കടന്ന് കളിക്കുന്നത് കൊണ്ട് തന്നെ. നിങ്ങൾക്ക് തന്നെ അറിയായിരുന്നു, അല്ലെങ്കിലും ആ ഒരു പേഴ്സന്റെ ലൈഫിലും നിങ്ങൾക്കും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ വിട്ടുകളയണം. അതായത് ഈ റിലേഷൻഷിപ്പിന്റെ വെളിയിലോട്ട് ഇറങ്ങണമെന്ന് തോന്നിയാലും, പക്ഷെ നീ ഇല്ലാതെ എങ്ങനെ ജീവിക്കും, എനിക്ക് ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല, അതായത് എൻ്റെ ലൈഫിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടും അങ്ങനെയൊക്കെ ഓർത്തൊരു പേടിയായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം ഒരു ഇതായിട്ട് ഇട്ടിരിക്കുകയാണ്. യൂണിവേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു സീഡ് പാകി കഴിഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിയൻ പ്രോമിസോ അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നിക്കുക അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ചാൻസ് അല്ല, പക്ഷെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ്, മനസ്സിലായോ? യൂണിവേഴ്സായിട്ട് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ കൊണ്ടുപോകണം, എന്തൊക്കെയാവണമെന്ന് നിങ്ങൾ കൊടുക്കുന്ന എനർജി കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് നമ്മളൊരു സീഡ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളവും വളവും കൊടുത്താൽ മാത്രമേ അത് നല്ല രീതിയിൽ വളരത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സായിട്ട് സീഡ് ഇട്ട് തന്നിട്ടുണ്ട്, ബാക്കി ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഫുള്ള് നിങ്ങളുടെ കയ്യിലാണ്ടിരിക്കുന്നത്, നിങ്ങളാണ് ഇതിന് എഫേർട്ട് എടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് നല്ല രീതിയിൽ ഒരു ഈഗോ ഉള്ളൊരു കേസാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായോ? ആദ്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, പക്ഷെ നിങ്ങളുടെ എനർജിയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത്. പക്ഷെ ആ ഒരു പേഴ്സണ് നല്ലൊരു ഈഗോ ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു കാരണം നിങ്ങൾ തമ്മിൽ ചെറിയ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയത്. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നല്ല പറഞ്ഞ, ആ ഒരു
ഒരു പേഴ്സന്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക്. പക്ഷെ അപ്പൊ നിങ്ങൾ ആലോചിക്കും, നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പ് പോയിരുന്നെങ്കിൽ നല്ലപോലെ ആവേണ്ട ഒരു ബന്ധമായിരുന്നു ഇത് എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനാൽ ഈ ഒരു ഈഗോയും പ്രോബ്ലം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് തന്നെ നിങ്ങളുടെ ലൈഫിൽ സഡൻ ആയിട്ടാണ് ഒരു ചേഞ്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെപ്പറേഷൻ ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു സെപ്പറേഷൻ ആയിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി, അതായത് ഒരു തേർഡ് പേഴ്സൺ, അത് മേ ബി ലവർ ആവാം, റിലേറ്റീവ്സ് ആവാം, ഫാമിലി ഫ്രണ്ട്സ് ആവാം, ആരും ആവാം, ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു, മനസ്സിലായി. അവരുടെ ഒരു നല്ല രീതിയിലുള്ളൊരു കൈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഷോക്കായിരുന്നു ഈ ഒരു വ്യക്തിയുടെ അതായത് ഒരു തേർഡ് പേഴ്സന്റെ കളി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നി ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയല്ല ഇനി പോവേണ്ടത്, ഇനി ഞാനായിട്ട് മാറാം എന്നോർത്ത് തന്നെയാണ് പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു എനർജി അല്ലായിരുന്നു, മനസ്സിലായി. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം മേ ബി ലവർ ആയിരിക്കാം, അതല്ല എങ്കിൽ ഒരു ഏതെങ്കിലും ആൾക്കാർ വഴി നിങ്ങളെ മോശമായിട്ടോ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ നല്ലൊരു എനർജി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറെ മാറിപ്പോയിട്ടുള്ളത്. റിലേഷൻഷിപ്പിൽ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലോട്ടാണ്. ഒരാൾക്ക് കൺട്രോൾ വേണം, അതല്ലെങ്കിൽ എന്താ പറയുക, ഒരാൾ കംപ്ലീറ്റ്ലി സ്നേഹം എല്ലാം എൻ്റെ കൺട്രോളിലേക്കാണ്, ഞാനെല്ലാം ചെയ്യും, ഞാൻ എല്ലാ ഡയറക്ഷൻസും തരും എന്ന് ആണ് ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മറ്റേ ആൾക്കും അതേപോലെ തന്നെ വേണം. അപ്പം രണ്ടുപേരും ഒരു കാര്യം പറഞ്ഞുകൊണ്ടെങ്കിൽ രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കും ന്യായമുള്ളത്. അവിടുത്തെ ഒരു എനർജി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര വാശിയും അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം സത്യമെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ പറയുന്ന ആയിരിക്കണം കറക്റ്റ്, ആ ഒരു പേഴ്സൺ പറയുന്നത് പോലെ പോകണം, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. അതായത് രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടും ഇരിക്കുകയായിരുന്നു. തന്നെ നിങ്ങളുടെ എനർജിയാണ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടും നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള എനർജി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേഴ്സൺ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു റെസ്പോണ്ട് കിട്ടുമോ, അല്ല മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തിരിച്ചെനിക്ക് റിപ്ലൈ വരുമോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അതിൽ യൂണിവേഴ്സൽ എനർജീനെ അല്ലെങ്കിൽ ഭഗവാൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം യൂണിവേഴ്സ് എന്താണ് ഇത്ര സ്ലോ ആവുന്നത്, എന്തിനാണ് എൻ്റെ സ്നേഹം എന്തിനാണ് യൂണിവേഴ്സ് കാണാതിരിക്കുന്നത്, എന്തിനാണ് എൻ്റെ ഒരു സ്നേഹത്തിന് മാത്രം ഡിലേ തരുന്നത് എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഒരു ലൈഫിലോട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ എനർജി ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഈ ഒരു എനർജി എന്താണ്. അത് ലവറിൻ്റെ കേസല്ല, അല്ലാതെ ആരും ആവാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തിനാണ് വന്നത്, അതല്ലെങ്കിൽ എന്താണ് ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഈ ഒരു പേഴ്സൺ വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് കാണിച്ചിട്ടുള്ളത്. അത് പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റിയും കാര്യങ്ങളും ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല, മനസ്സിലാവും. ഒരു പേഴ്സൺ വന്നു എന്നറിയാം, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ മൊത്തം ഈ ഒരു പേഴ്സണെ ചുറ്റിപ്പറ്റി ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയ എനർജി വെച്ചിട്ട് പറയാൻ പറ്റും ഈ ഒരു തേർഡ് പേഴ്സൺ അവരുടെ ലൈഫിൽ വന്നതെന്ന് വെച്ചാൽ ഒരു ഫിസിക്കലി ഒരു ഇതിനു വേണ്ടിയല്ല, ഇമോഷണലി കംപ്ലീറ്റ്ലി തകർക്കാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്, മനസ്സിലായോ? ചിലപ്പോൾ എന്തെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇനി ഭാവിയിലേക്ക് അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു എനർജിയാണ്. അതല്ലാതെ ആ ഒരു പേഴ്സണും ജെന്യൂനായിട്ട് ഈ ഒരു വ്യക്തിയോട് സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല. മൊത്തത്തിൽ തകർക്കാനോ നശിപ്പിക്കാനോ വേണ്ടി മാത്രം കൂടിയിട്ടിരിക്കുന്ന, അതല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള. അല്ല, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് വാക്കുകളൊന്നും പറയാൻ ശരിക്കും പറഞ്ഞില്ല. നിങ്ങൾ അത്രയ്ക്കും ഒരുപാട് അനുഭവിച്ച അല്ലെങ്കിൽ ഒരുപാട് സഹിച്ചൊരു ടൈപ്പ് ഓഫ് ഇതാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അടി ഉണ്ടാക്കാനുള്ള ഒരു എനർജി ഒന്നും ഇല്ല. നിങ്ങൾ ഭയങ്കര സൈലൻസ് ആണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ സൈലൻസ് ആണ് ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു സൈലന്റ് ഫൈറ്റിലാണ്, മനസ്സിലായോ? നിങ്ങൾ ഒരുപാട് മാറി ഒരുപാട് ഇതായിട്ട് ചിന്തിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ മൊത്തം നിങ്ങൾ ഒരു സൈലന്റ് മൂഡിലാണ്. നമ്മൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരുപാട് ടയേർഡാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്.
പക്ഷേ എന്താ പറയുക, നിങ്ങൾക്ക് ഇനിയും ഇത് ഇങ്ങനെ അല്ല, നമ്മൾ പറയാം ഇനിയും ഇതെനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ചുമന്ന് നടക്കാനും എനിക്ക് ശക്തിയില്ല അല്ലെങ്കിൽ എനിക്ക് സ്ട്രെങ്ത് ഇല്ല, ആ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ടയേർഡാണ്. മനസ്സിലായി? ഈ ഒരു വ്യക്തിയിൽ നിന്നും കിട്ടിയിട്ടുള്ള അതേപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇവിടെ കിട്ടിയുന്ന എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ, രണ്ടുപേരുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വരാറുണ്ട്, കാണാറുണ്ട്. ഇൻറ്റ്യൂഷൻസ് നിങ്ങളുടെ നല്ലതുപോലെ വർക്ക് ചെയ്യാറുണ്ട്. സഡൻ ആയിട്ട് ഈ ഒരു പേഴ്സന്റെ നെയിം നിങ്ങളുടെ തലയിൽ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോ കോണ്ടാക്റ്റ് ആണ്, ഒരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒന്നുമില്ല. പക്ഷേ സോൾ ലെവലിൽ നല്ല രീതിയിൽ കണക്ഷൻ ഉണ്ട്. അത് നല്ലപോലെ ആക്റ്റീവായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ടും നല്ല രീതിയിൽ ഒരു ഹീലിംഗ് ആണ്, അത് നിങ്ങളുടെ എനർജിയാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് നിങ്ങൾ ഒരു സറണ്ടർ സ്റ്റേജിലോട്ടൊക്കെ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്കിനി വയ്യ, ഞാനിനി പോകുന്നില്ല, എന്താന്ന് വരട്ടെ എന്ന രീതിയിൽ അത്രയ്ക്കും ഗ്രൗണ്ടഡ് ആയിട്ടും അത്രയ്ക്കും ഹീലിംഗുമായിട്ടും വളരെ സ്റ്റേബിളും ആയിട്ടൊക്കെ ഉള്ളൊരു എനർജി ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് അത്രയും നല്ലൊരു പവർ ഷിഫ്റ്റ് ആണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഹീലിംഗ് സ്റ്റേജ് ആയതുകൊണ്ടാണ്, സ്റ്റാർട്ടിങ് സ്റ്റേജ് ഹീലിംഗ് ആൻഡ് ആ ഒരു രീതിയിലോട്ടും പിന്നെ സറണ്ടറിലോട്ട് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതാണിപ്പോൾ നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ. ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് ഒന്നും ബാലൻസ്ഡ് അല്ല. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ലവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് തരത്തിൽ ട്രാപ്പിലായിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകളും പിന്നെ ആ ഒരു തേർഡ് പാർട്ടിയുടെയും പിന്നെ പുറത്തുനിന്നും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നുള്ളതുകൊണ്ട് മൊത്തത്തിൽ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പേഴ്സൻ്റെ ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ലൈഫ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഗിൽറ്റി ഫീലിംഗ്, പിന്നെ ഒരുപാട് മൂഡ് സ്വിങ്സും റിഗ്രറ്റ്സും. അതേ മൂഡ് സ്വിങ്സ് എന്ന് വെച്ചാൽ മറ്റേ ഒരു പേഴ്സൺ ചിലപ്പോൾ ബ്ലാക്ക് മെയിലിങ്ങോ ഏതൊരു തരത്തിലും ട്രിഗർ ചെയ്യാം തേർഡ് പേഴ്സൺ. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ നിങ്ങളോട് കാണിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് മനസ്സിലാക്കിയും മാറിയും വിളിക്കണമെന്നൊക്കെ ഒരു തോന്നലുണ്ടല്ലോ. അപ്പോൾ നിങ്ങളോട് കാണിച്ചതും വഞ്ചിച്ചതും അല്ലെങ്കിൽ എന്താണോ ആ ഒരു പേഴ്സൺ ചെയ്തത് അതൊക്കെ ഓർത്ത് വല്ലാത്തൊരു കുറ്റബോധം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഉണ്ട്. അല്ലെ, ഈ ഒരു റിലേഷൻഷിപ്പ് ഇതൊരിക്കലും ഒരു എൻഡ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ബ്രേക്ക് യൂണിവേഴ്സ് കൊടുത്തത് അല്ലെങ്കിൽ ഒരു സൈലൻസിലോട്ട് ഇരുത്തുന്നതിന് റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഹീൽ ചെയ്യാൻ വേണ്ടിയാണ്. അത് മെയിൻലി നിങ്ങളാണ് കൂടുതൽ ഹീൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം അതിനു വേണ്ടിയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ പീസായിട്ടും സമാധാനത്തോടു കൂടിയും അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൻസർ നിങ്ങളെ തന്നെ തേടി വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നിങ്ങൾ ഹീൽ ചെയ്ത് വളരെ കാമായിട്ടും നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്തിരുന്നാൽ വളരെ പീസായിട്ടും ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.